നമസ്കാരം കുട്ടികളും സുമാർ സാറാണ്. ആദ്യം തന്നെ ഈ വർഷം 10ാം ക്ലാസ്സിലോട്ട് കയറിയിട്ടുള്ള കുട്ടികൾക്കെല്ലാം ഒരു ബെസ്റ്റ് വിഷസ്. നല്ല രീതിയിൽ കൂടെ പഠിക്കാനുള്ള ആഗ്രഹവും നല്ല കഴിവും നല്ല രീതിയിൽ കൂടെ മാർക്ക് വാങ്ങട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രാർത്ഥനയും. നമ്മളിന്ന് പഠിപ്പിക്കാൻ പോകുന്നത് മാത്തമാറ്റിക്സ് ആണ്. നമ്മൾ വർഷങ്ങളായിട്ട് ക്ലാസ് എടുക്കുന്ന ആളാണ്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഇപ്പോഴത്തെ നമ്മുടെ പുതിയ ടെക്സ്റ്റ് അനുസരിച്ച് അങ്ങനെ വേണം പഠിക്കാൻ. ഈ വർഷത്തെ പുതിയ ടെക്സ്റ്റിനുള്ളിൽ പല രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ, ക്വസ്റ്റ്യൻസിന്റെ ലോജിക്ക്, കോൺസെപ്റ്റ് എല്ലാം ഒന്ന് ഡിഫറെന്റ് ആയിട്ടുണ്ട്. ആ രീതിയിൽ കൂടെ നിങ്ങൾ പഠിക്കണമെങ്കിൽ അത്ര ഈസി അല്ല. ഇച്ചിരി എക്സ്പ്ലനേഷൻസുകളും കാര്യങ്ങളും ഒക്കെ അതിനുള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ്. ഇന്ന് നമ്മൾ അതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് മാത്സിനെ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പഠിച്ച് ഫുൾ മാർക്കിൽ എത്തിക്കാൻ പറ്റും. ഷോർട്ട് ട്രിക്സും ഷോർട്ട് കട്ട്സും എല്ലാം ഉൾപ്പെടെ ആയിരിക്കും നമ്മൾ തരുന്ന ക്ലാസ്സുകൾ. ജോയിൻ ചെയ്യാൻ നമ്മൾ തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ആകെ ഇത്രമേ ഉള്ളൂ, 1 ഇയർ. ഇത്രയേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമേ ഇല്ല. ഇത്രയും മാത്രം 1 ഇയർ. എല്ലാ കാര്യങ്ങളും ക്ലാസ്, നോട്ട്സ്, ഇക്വേഷൻ ബുക്കിലേറ്റ്, ക്വസ്റ്റ്യൻ പാക്കേജ്, പിന്നെ ചാപ്റ്റേഴ്സിന്റെ ഓർഡർ, എക്സാമിന് വരുന്ന ലാസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ പാക്കേജ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസറോടെ തരും. അത് മാത്രം ലാസ്റ്റ് പഠിച്ചുകൊണ്ട് പോയാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, സീക്വൻസ് ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും. സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ടൈം പറയാൻ പറ്റുന്ന നമ്പർ പാറ്റേണുകളെ വിളിക്കുന്ന പേരാണ് സീക്വൻസ്. ഈ നെക്സ്റ്റ് ടൈം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പാറ്റേൺ എഴുതാം. ഇപ്പൊ 1, 3, 5, 7, 9, 2 അല്ലെങ്കിൽ 1, 2, 4, 7, 11 എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് 1, 4, 9, 16, 25 എക്സെട്ര. ഞാനിപ്പോ ഇവിടെ 2-3 എഴുതുന്നുണ്ട് അല്ലേ. ഇപ്പൊ 2, അടുത്തത് 5, 8, 11, 14 എക്സെട്ര. ഇവിടെ ഞാൻ 2-3 നമ്പർ പാറ്റേണുകൾ എഴുതിയിട്ടുണ്ടേ. ഇതിന്റെ എല്ലാം നമുക്ക് നെക്സ്റ്റ് ടൈം പറയാൻ പറ്റും. നോക്കിക്കേ, ഇത് 1, നെക്സ്റ്റ് 3 അപ്പൊ നമുക്ക് മനസ്സിലായി എത്ര കൂടിയാ, 2 കൂടി. പിന്നെ 5 ആയി, പിന്നെ 2 കൂടി. പിന്നെ 7 ആയി, പിന്നെ 2 കൂടി. അപ്പൊ അവിടെ എല്ലാം 2 കൂടി ഇല്ലേ മോനെ പോയേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരേ വ്യത്യാസത്തിലാണ് ആ സീക്വൻസുകളെല്ലാം പോയത് അല്ലേ. ആ വ്യത്യാസങ്ങളെല്ലാം ഒരേ പോലെ. 1 + 2 3, 3 + 2 5, 5 + 2 7, 7 + 2 9. ഇങ്ങനെ ഒരേ വ്യത്യാസത്തിൽ കൂടി പോവുകയോ കുറഞ്ഞു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അതാണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ്? ഒരേ വ്യത്യാസത്തിൽ കൂടുകയും ചെയ്യാം, ഒരേ വ്യത്യാസത്തിൽ കുറയുകയും ചെയ്യാം. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, 2, അടുത്ത 5, അടുത്ത 8, അടുത്ത 11, അടുത്ത 40. ഇവിടെ ഒരേ വ്യത്യാസത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിക്കേ, എത്ര വെച്ചാ കൂടിയേക്കുന്നത്? 3. ഇവിടെ കൊണ്ട് 3, ഇവിടെയും 3, ഇവിടെയും 3, 2 + 3 5, 5 + 3 8, 8 + 3 അല്ലേ. മറ്റൊരു നോക്കിക്കേ, 100, 90, 80, 70 എക്സെട്ര. ഇത് നോക്കിയാൽ 100 എഴുതി ആദ്യം, പിന്നെ 10 കുറച്ച് 90, പിന്നെയും 10 കുറച്ചു, പിന്നെയും 10 കുറഞ്ഞു, കുറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ കുറയുമ്പോഴും ഒരേപോലെ കുറഞ്ഞേക്കുന്നത്, എല്ലാം 10 വെച്ചാ കുറഞ്ഞേക്കുന്നത്. ഇതും എന്താണ് മോനെ? ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ ഞാൻ 3 പേരെ പരിചയപ്പെടുത്തി അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈം പറയാൻ പറ്റുന്ന എങ്ങനെയാ, ഒരേ വ്യത്യാസത്തിലായിരിക്കും അത് പോകുന്നത്. എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത ടേംസിന്റെ വ്യത്യാസം തുല്യമായിരിക്കും. നോക്കിക്കേ, ഇതിന്റെ വ്യത്യാസം 2 അല്ലയോ, ഇതിന്റെ വ്യത്യാസം 2 അല്ലയോ, ഇങ്ങനെ ദൂരെ വന്നിട്ട് ഈ വ്യത്യാസം എത്ര? 2 എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത ടേംസുകളുടെ വ്യത്യാസം എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി നോക്കിക്കേ, ഈ പാറ്റേൺ നോക്കിക്കേ, 1, 2, 4, 7, 11. നിങ്ങൾക്ക് ഇതെന്തെങ്കിലും അടുത്ത ടൈം പറയാൻ പറ്റുന്ന രീതിയിൽ കൂടെയാണ്. നോക്കിക്കേ, നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ പറയും പറ്റുന്നില്ലെന്ന് പറയും കേട്ടോ. അങ്ങനെയല്ല, പറ്റുന്നതാണ്. നോക്കിക്കോ, ഇത് 1 നിന്ന് 2 ആയി എന്ന് പറയാൻ 1 കൂടി, 2 നിന്ന് 4 ആയി 2 കൂടി, 4 നിന്ന് 7 ആയി 3 കൂടി, 7 നിന്ന് 11 ആയി 4 കൂടി. അപ്പൊ അവിടെ ഒരു പ്രത്യേകത ഇല്ലേ മോനെ? അപ്പൊ ഇതൊരു സീക്വൻസ് ആണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ 1 കൂടി, ഇവിടെ 2 കൂടി, ഇവിടെ 3 കൂടി, ഇവിടെ 4 കൂടി. അപ്പൊ എത്ര ആയിരിക്കും? അടുത്ത 5 കൂടി. അപ്പോൾ 5 കൂടി. അപ്പൊ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, ബട്ട് ഇറ്റ് ഈസ് എ സീക്വൻസ്. പക്ഷെ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. പക്ഷെ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിരുന്നു. ഒരേ വ്യത്യാസമാണ്. ഇവിടെ ഒരേ വ്യത്യാസമല്ല. അപ്പോൾ സീക്വൻസ് ആയതുകൊണ്ട് അരിത്തമെറ്റിക് സീക്വൻസ് ആകണമെന്നില്ല. ഒരേ വ്യത്യാസത്തിൽ കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ്. അത്രയേ ഉള്ളൂ. ഓക്കെ,
ഇനി നോക്കിക്കേ, ഇതൊരു സീക്വൻസാ. 1 എഴുതി, 4 എഴുതി, 9 എഴുതി, 16 എഴുതി, 25 എഴുതി. അടുത്ത ടേം ആരായിരിക്കും? അടുത്ത ടേം ആരായിരിക്കും? ഈ നമ്പറുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഇത് 1 സ്ക്വയറാ, ഇത് 2 സ്ക്വയറാ, ഇത് 3 സ്ക്വയറാ, 3 × 3 9, ഇത് 4 × 4, ഇത് 5 × 5 5 സ്ക്വയറാ, അടുത്ത 6 × 6 എത്ര ആയിരിക്കും? 36 ആ. ബട്ട് ദിസ് ഈസ് നോട്ട് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. എന്തുകൊണ്ടാ? ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അവനെ വ്യത്യാസം ഒരേപോലാണോ? ഇത് 1 4 തമ്മിലുള്ള വ്യത്യാസം 3, 4 9 തമ്മിലുള്ള വ്യത്യാസം 5. കണ്ടോ? വ്യത്യാസം ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതുകൊണ്ട് അരിത്മെറ്റിക് സീക്വൻസ് അല്ല. അപ്പോൾ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് മോനെ? ഒരു നമ്പർ തുടങ്ങി ഒരേപോലെ കൂടി പോവുകയോ ഒരേപോലെ കുറഞ്ഞു പോയാൽ ദാറ്റ് ഈസ് കോൾഡ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഇനി ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഫസ്റ്റ് ടൈം, നമ്മൾ ഫസ്റ്റ് ടൈം ആദ്യത്തെ ടൈമിനെ നമുക്ക് വിളിക്കാൻ ഒരു പേരുണ്ട് മോനെ, എഫ്. ഫസ്റ്റ് എഫ്. അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് x1. x1 ആ സഫിക്സിൽ കിടക്കുന്ന 1 എന്തിനെ ഡിനോട്ട് ചെയ്യുന്നതാ? ഫസ്റ്റ് ടേം എന്നുള്ളതിനെ ഡിനോട്ട് ചെയ്യാനുള്ളതാണ് x1. അപ്പോൾ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ക്യാൻ ബി ഡിനോട്ടഡ് ബൈ എഫ് ഓർ x1. ഇനി ഡിഫറൻസ് ഉണ്ടല്ലോ മോനെ, ഈ 2 2 2, ആ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം. കേട്ടോ? കോമൺ ഡിഫറൻസ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഡി. ഡി കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ഉണ്ട് മോനെ, x2 - x1 മീൻസ് രണ്ടാമത്തെ ടേമിൽ നിന്നും ആദ്യത്തെ ടേമിനെ കുറയ്ക്കണം. അല്ല, തിരിച്ച് ഒന്നാമത്തെ ടേമിൽ നിന്ന് രണ്ടാമത്തേനെ കുറയ്ക്കല്ല, രണ്ടാമത്തെ നിന്നും ഒന്നാമത്തേത്, അല്ലെങ്കിൽ മൂന്നാമത്തെ ടേമിൽ നിന്നും രണ്ടാമത്തെ ടേമിനെയും കുറയ്ക്കാം, അല്ലെങ്കിൽ നാലാമത്തെ ടേമിൽ നിന്നും മൂന്നാമത്തെ ടേമിനെയും കുറയ്ക്കാം. ഇങ്ങനെ ഒരു ടേമിൽ നിന്നും തൊട്ടിപ്പിറകിലുള്ള ടേമിനെ കുറയ്ക്കണം. അപ്പൊ 5ാമത്തെ ടേമിൽ നിന്നും 4ാമത്തെ ടേം, 10ാമത്തെ ടേമിൽ നിന്നും 9ാമത്തെ ടേം, 14ാമത്തെ ടേമിൽ നിന്നും 13ാമത്തെ ടേം, ഇങ്ങനെ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വ്യത്യാസത്തിനെ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ് ഡി. ഓക്കെ, അപ്പൊ ഡിയുടെ ഫോർമുല ആരാമനെ? x2 - x1 അല്ലെങ്കിൽ x3 - x2 അല്ലെങ്കിൽ x4 - x3. ഓക്കെ, അപ്പൊ നോക്കിയാൽ ഞാനൊരു ചെറിയ ഒരു അരിത്മെറ്റിക് സീക്വൻസിനെ നിങ്ങൾക്ക് അങ്ങോട്ട് പരിചയപ്പെടുത്താം. നോക്കിയോണേ, 10 14 18 22 26 എക്സെട്ര. നോക്കിയവനെ, ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് കണ്ടാലേ അറിയാം. 10 4 14, 14 4 18, 12 4 22, 22 4 26 അല്ലേ? അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ടൈം എഫ് ഓർ x1 ആരാ മോനെ? 10, ഒന്നാം പദം, ആദ്യ പദം എഫ് ഓർ x1 = 10. നെക്സ്റ്റ് ഡി, കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം. ഡി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞവനെ, ഇതാ നമ്മുടെ x1, ഇതാ നമ്മുടെ x2, ഇതാ നമ്മുടെ x3, ഇതാ നമ്മുടെ x4, ഇതാ നമ്മുടെ x5. അപ്പൊ ഡി കണ്ടുപിടിക്കണമെങ്കിൽ x2ൽ നിന്നും x1നെ നമ്മൾ എന്ത് ചെയ്യണം മോനെ? മൈനസ് ചെയ്യണം. x2ൽ നിന്നും x1നെ മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ 14ൽ നിന്നും 10നെ കുറയ്ക്കുക. അതായത് 14 - 10 സമയം എത്ര മോനെ? 4. ഇങ്ങനെയാണ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് കിട്ടിയാൽ ആദ്യം നിങ്ങൾ അങ്ങ് എഴുതിയേക്കണം. എഫ് എഴുതുക, ഡി എഴുതുക. എഫ് ഡി ഉണ്ടെങ്കിൽ പിന്നെ പ്രോബ്ലം ഈസി ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ എഫും ഡിയും ചോദിച്ചു കഴിഞ്ഞാൽ എഫ് എത്ര മോനെ? 100 ഇല്ലയോ? നമ്മുടെ ഫസ്റ്റ് ടൈം 100. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോനെ? x2 മൈനസ് ആരെന്നാണ്? x1. x2 എത്ര മോനെ? 90. 90 - 100. 90 - 100 എന്ന് പറഞ്ഞാൽ -10 എന്ന് എഴുതാൻ തോന്നിക്കണം. മൈനസ് എഴുതത്തില്ല. 90 - 100. അയ്യോ, ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ കുറച്ചാൽ നെഗറ്റീവ് വരും മോനെ. അപ്പൊ നോക്കിക്കോ, 90 - 100 എന്ന് പറയുമ്പോൾ 10 വ്യത്യാസം. പക്ഷെ നെഗറ്റീവ് എഴുതണം, കാരണം വലിയ നമ്പറിന്റെ ചിഹ്നം നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡി. ഇത് വെച്ചുകൊണ്ട് വേണം നമ്മുടെ പ്രോബ്ലത്തിലോട്ട് മുന്നോട്ട് പോകാൻ. അപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ്? അടുത്തടുത്ത ടേംസിലെ ഡിഫറൻസ് ബിറ്റ്വീൻ 2 consecutive terms of a sequence is a constant. Difference between 2 consecutive terms of a sequence is a constant. Such a sequence is called an arithmetic sequence. എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസിനെ അടുത്തടുത്ത ടേംസുകളുടെ വ്യത്യാസം എപ്പോഴും കോൺസ്റ്റന്റ് ആവുക, ഒരേപോലെ ആവുക. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ആരെന്ന് വിളിക്കാം? അരിത്മെറ്റിക് സീക്വൻസ്. ഓക്കെ, അതിന്റെ ഫസ്റ്റ് ടൈമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഓർ x1. നെക്സ്റ്റ് കോമൺ ഡിഫറൻസിനെ കണ്ടുപിടിക്കുന്നത് സെക്കൻഡ് ടൈമിൽ നിന്നും ഫസ്റ്റ് ടൈം മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ തേർഡ് ടൈമിൽ നിന്നും സെക്കൻഡ് ടൈം മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോർത്ത് ടൈമിൽ നിന്നും തേർഡ് ടൈം മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ ഫിഫ്ത്ത് ടൈമിൽ നിന്നും ഫോർത്ത് ടൈമിനെ മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ 10th ടൈമിൽ നിന്നും 9th ടൈമിനെ മൈനസ് ചെയ്യാം. എത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തടുത്ത ടൈംസ് തമ്മിലുള്ള വ്യത്യാസം അത് എപ്പോഴും സക്സീഡിൽ നിന്നും പ്രീസീഡിങ്ങിനെയാണ് കുറയ്ക്കേണ്ടത്. തൊട്ടപ്പുറത്തു നിന്നും
തൊട്ട് ഇപ്പുറത്തെ തന്നെയാണ് പറയുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് മൈനസ് ചെയ്യല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് മൈനസ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇനി ഇതിന്റെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ പതുക്കെ ഇടയ്ക്ക് വരും. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ക്ലാസ്സുകൾ ഫുള്ളായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ജോയിൻ ചെയ്താൽ മതി. അടിപൊളിയായിട്ടുള്ള ക്ലാസ്, നിങ്ങൾക്കെല്ലാം അടിപൊളിയായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ കൂടെ ആയിരിക്കും നമ്മുടെ പ്രസന്റേഷൻ. അടിപൊളിയായിട്ട്. ഓക്കെ, എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.